ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉൾക്കരുത്ത് അതിൻ്റെ ആചാരങ്ങളിലല്ല, മറിച്ച് അത് മനുഷ്യന് നൽകുന്ന തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തിലാണ്. പ്രത്യേകിച്ചും സ്ത്രീയുടെ കാര്യത്തിൽ. സീതയുടെ സ്വയംവരവും പാർവതിയുടെ തപസ്സും രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥകളാണെങ്കിലും അവ പങ്കുവയ്ക്കുന്ന സാംസ്കാരികമായ ഒരൊറ്റ ചരടുണ്ട്. അത് സ്ത്രീയുടെ നിശ്ചയദാർഢ്യമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഭാവങ്ങളാണ് അവയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അത് ഇണയെ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ അവകാശത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കരണങ്ങൾ തന്നെയാണ്. ശിവനെ നേടാൻ തപസ് എന്ന ഉദ്യമത്തിലൂടെ കടന്നുപോയ പാർവതി എന്ന ദേവിയും സ്വയംവരത്തിലൂടെ തങ്ങളുടെ ഭർത്താക്കന്മാരെ കണ്ടെത്തിയ സീത ഉൾപ്പെടുന്ന ഭാരതീയ രാജകുമാരിമാരും ആത്യന്തികമായി അടിവരയിട്ട് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യൻ സ്ത്രീയുടെ അവകാശത്തെപ്പറ്റിയാണ്. സ്ത്രീയുടെ സ്വയംവരം ഒരു സാമൂഹികമായ അംഗീകാരമായിരുന്നു. തൻ്റെ കരുത്തിനൊത്ത പങ്കാളിയെ കണ്ടെത്താൻ പിതാവ് ഒരുക്കിയ വേദിയിൽ മാല ചാർത്തേണ്ടത് ആർക്കെന്ന കാര്യത്തിൽ സീതയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇവിടെ രാജകുമാരി എന്നത് അധികാരത്തിൻ്റെ ചിഹ്നമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തെ നിർണ്ണയിക്കാനുള്ള അവകാശത്തിൻ്റെ അടയാളമാണ്. സീത തൻ്റെ സ്വയംവര പന്തലിൽ വെച്ച് രാമനെ തിരഞ്ഞെടുത്തത് കേവലം ഒരു അമ്പു മുറിച്ചതിൻ്റെ പേരിലല്ല, മറിച്ച് തൻ്റെ മൂല്യങ്ങൾക്കും കരുത്തിനും യോജിച്ച വ്യക്തിയെ കണ്ടെത്തുക എന്ന ദർശനത്തിലാണ്. ഇത് ഭാരതീയ സ്ത്രീക്ക് പണ്ടേ ഉണ്ടായിരുന്ന സെൽഫ് ഏജൻസി അഥവാ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയെ കാണിക്കുന്നു. എന്നാൽ പാർവതിയിലേക്ക് വരുമ്പോൾ ഈ സ്വാതന്ത്ര്യം ഒരു പടി കൂടി കടന്ന് വിപ്ലവകരമാകുന്നു. സീതയ്ക്ക് പിതാവിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണയുണ്ടായിരുന്നെങ്കിൽ പാർവതിക്ക് തൻ്റെ പ്രണയത്തിനു വേണ്ടി സ്വന്തം പിതാവിനോടും പ്രപഞ്ചത്തോടും കലഹിക്കേണ്ടി വന്നു. ഒരു കൊട്ടാരത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ശ്മശാനവാസിയായ ശിവനിലേക്ക് അവൾ നടന്നുപോയത് തൻ്റെ ഉള്ളിലെ പ്രണയത്തോട് സത്യസന്ധത പുലർത്താനാണ്. ഈ രണ്ട് സന്ദർഭങ്ങളും അടിവരയിടുന്നത് ഒന്നു തന്നെയാണ്. ഭാരതീയ സ്ത്രീ ഇണയെ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരാളുടെ നിർബന്ധത്തിനല്ല, മറിച്ച് സ്വന്തം ആത്മബോധത്തിനനുസരിച്ചാണ്. ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീയുടെ പ്രണയമെന്നത് ഒരിക്കലും ഒരു കീഴടങ്ങലല്ല, അതൊരു അധികാര പ്രഖ്യാപനമാണ്. സീതാസ്വയംവരത്തിൽ നാം കാണുന്നത് ഒരു രാജകുമാരിക്ക് തൻ്റെ ഇണയെ നിശ്ചയിക്കാൻ സമൂഹം നൽകുന്ന പരമാധികാരമാണെങ്കിൽ, പാർവതിയുടെ ശിവനോടുള്ള പ്രണയത്തിൽ നാം കാണുന്നത് പ്രകൃതി നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന സ്ത്രീയുടെ ഇച്ഛാശക്തിയാണ്. അതുകൊണ്ട് പാർവതിയുടെ തപസ് നിശബ്ദമായ ഒരു വിപ്ലവമാണ്. പാർവതിയുടെ തപസ്സിനെ നാം പലപ്പോഴും ഭക്തിയായി മാത്രം കാണാറുണ്ട്, എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. തൻ്റെ ശാരീരികമായ ആഗ്രഹത്തെയും മാനസികമായ ലക്ഷ്യത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് അവൾ നടത്തിയ കാത്തിരിപ്പ്, ഇത് സ്ത്രീക്ക് ഭാരതം നൽകുന്ന ആത്മീയ ശാരീരിക സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. പുരുഷന് കീഴടക്കേണ്ട ഒന്നല്ല സ്ത്രീ, മറിച്ച് പുരുഷൻ അർഹത നേടേണ്ട ഒന്നാണ് സ്ത്രീയുടെ പ്രണയം എന്ന് പാർവതി പഠിപ്പിക്കുന്നു. ശിവൻ പാർവതിയുടെ തപസ്സിൽ സംപ്രീതനായി വരുന്നത് ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പ്രപഞ്ചശക്തികൾ പോലും വഴങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ്. ലോകത്തിൻ്റെ നാഥനായ ശിവനെ തന്നെ തനിക്ക് ഇണയായി വേണമെന്ന് ഉറപ്പിച്ച ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസമാണത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർവതിയുടെ തെരഞ്ഞെടുപ്പിന് പിന്നിൽ കുടുംബത്തിൻ്റെ നിർബന്ധങ്ങളോ സാമൂഹിക സമ്മർദ്ദങ്ങളോ ആയിരുന്നില്ല. അവൾ സ്വയം തിരഞ്ഞെടുത്ത പ്രണയത്തെ നേടിയെടുക്കാൻ അവൾ നടത്തിയ പോരാട്ടമായിരുന്നു. സ്വയംവരം എന്ന മഹത്തായ സങ്കല്പം നിലനിന്നിരുന്ന ഭാരതീയ പൈതൃകത്തിൽ തൻ്റെ ഇണയെ നിശ്ചയിക്കാനുള്ള പരമാധികാരം സ്ത്രീയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർവതിയുടെ പ്രണയം. കാമദേവനെ ദഹിപ്പിച്ച ശിവനെ പോലും അനുരാഗിയാക്കി മാറ്റിയ പാർവതിയുടെ കരുത്താണ് തിരുവാതിരപ്പാട്ടുകളിലെ വരികൾ എന്നതോർക്കണം. പാർവതി എന്ന സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയാണ് തിരുവാതിരയുടെ ആധാരം. സെമിറ്റിക് മതങ്ങളിലോ ഇതര പാശ്ചാത്യ സംസ്കാരങ്ങളിലോ സ്ത്രീയുടെ പ്രണയത്തിന് ഇത്രമേൽ ദാർശനികമായ പരിവേഷം ലഭിച്ചിട്ടില്ല. അവിടെ സ്ത്രീ പലപ്പോഴും പ്രണയത്തിന് വിധേയയാകേണ്ടവളാണ്, എന്നാൽ ഭാരതത്തിൽ അവൾ പ്രണയത്തിൻ്റെ സ്രഷ്ടാവാണ്. സീത മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ഓരോ തിരുവാതിര ആഘോഷിക്കുന്ന സ്ത്രീ വരെ ഈ പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ്. തൻ്റെ ഇണയെ കണ്ടെത്താനും അയാളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രകൃതിയോട് സംവദിക്കാനും അവൾക്ക് ലഭിച്ച ഈ ആത്മീയ മുൻഗണനയാണ് ഭാരത സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്നത്. ഒരു സ്ത്രീക്ക് തൻ്റെ ഇണയെ പ്രാർത്ഥനയിലൂടെയും കർമ്മത്തിലൂടെയും സ്വന്തമാക്കാനുള്ള അവകാശം ഈ മണ്ണ് നൽകുന്നു. പാർവതിയിലൂടെയും സീതയിലൂടെയും ദമയന്തിയിലൂടെയും ദ്രൗപദിയിലൂടെയും കടന്ന് ഓരോ തിരുവാതിര ആഘോഷിക്കുന്ന മലയാളി സ്ത്രീയിലും ഈ സാംസ്കാരിക തുടർച്ച ദൃശ്യമാണ്. ഇത് കേവലം ഭക്തിയല്ല, മറിച്ച് പ്രണയമെന്ന വികാരത്തിൽ സ്ത്രീയാണ് അധിപ എന്ന് ഓരോ തലമുറയെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യമാണ്. സീതയും പാർവതിയും കാട്ടിത്തന്ന ഈ സാംസ്കാരിക തുടർച്ചയുടെ ജീവസുറ്റ ആവിഷ്കാരമാണ് തിരുവാതിര. കേരളീയ സ്ത്രീകൾ ഈ ദിനം ആഘോഷിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ ആ പുരാതനമായ സ്വയംവര പാരമ്പര്യത്തെ പേറുകയാണ്. തിരുവാതിര രാവിൽ
വീട്ടിലെ അടുക്കളപ്പുറങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തെ നിലാവിൽ കൈകോർത്ത് ചുവട് വയ്ക്കുമ്പോൾ അവർ തങ്ങളുടെ പ്രണയത്തെയും പ്രാർത്ഥനയെയും ഒരുപോലെ ആഘോഷിക്കുന്നു. തിരുവാതിര തീർത്തും തന്നെ ശരീരത്തിന്റെ ആഘോഷമാണ്. പാതിരാ പൂച്ചൂടിയും കുളത്തിൽ തുടിച്ചു കുളിച്ചും സ്ത്രീകൾ പ്രകൃതിയോട് സംവദിക്കുമ്പോൾ അവിടെ പ്രണയമെന്നത് പാപമല്ല, മറിച്ച് ഉത്സവമായി മാറുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ ഉൾത്താളുകളിൽ പ്രണയം എന്നത് ഒരിക്കലും പാപമായിരുന്നില്ല, അത് മോക്ഷത്തിലേക്കുള്ള ഒരു വഴി കൂടിയായിരുന്നു. പാശ്ചാത്യ ലോകം വാലന്റൈൻ ദിനം പോലുള്ള ആഘോഷങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ മണ്ണിലെ സ്ത്രീകൾ തങ്ങളുടെ അനുരാഗത്തെ ഒരു ഉപാസനയാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ ഏറ്റവും ലാവണ്യാത്മകമായ ആവിഷ്കാരമാണ് തിരുവാതിര. ചരിത്രം മാറുമ്പോഴും ഈ സാംസ്കാരിക തുടർച്ച മുറിയാതെ കിടക്കുന്നു. സീതയുടെ സ്വയംവരമാലയിലും പാർവതിയുടെ തപസ്സിലും തിരുവാതിരയിലെ ആതിരപ്പൂവിലും വിരിയുന്നത് ഒന്നാണ്: തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീയുടെ പരമാധികാരം. ഭാരതീയ ഹിന്ദു സ്ത്രീയുടെ ഈ സ്വാതന്ത്ര്യം നമ്മുടെ മണ്ണിൽ നിന്ന് ഊർജം കൊണ്ടതാണ്. സാധാരണയായി വ്രതങ്ങൾ എന്നത് ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കാനുള്ളതാണ്. എന്നാൽ തിരുവാതിര വ്രതം വ്യത്യസ്തമാണ്. ഇത് സ്ത്രീയുടെ കാമനകളെ ആഘോഷിക്കുന്ന ഒന്നാണ്. തൻ്റെ ഇണയെ ലഭിക്കാനും ലഭിച്ച ഇണയുടെ മംഗളത്തിനുമാണ് ഒരു സ്ത്രീ നടത്തുന്ന ഈ ആഘോഷം. പ്രണയത്തിലെ അവളുടെ സജീവമായ പങ്കാളിത്തത്തെയാണ് കാണിക്കുന്നത്. പാർവതീദേവി ശിവനെ തൻ്റെ തപസ്സിലൂടെ വശപ്പെടുത്തിയതുപോലെ ഓരോ സ്ത്രീയും തൻ്റെ പ്രണയത്തിലൂടെ ലോകത്തെ ജയിക്കുന്നു എന്ന ദർശനമാണിവിടെ. ഇതിലൂടെ മലയാളി സ്ത്രീത്വം തങ്ങളുടെ കാമനകളെ വിശുദ്ധീകരിക്കുന്നു. തിരുവാതിര നാളിലെ അനുഷ്ഠാനങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇതിലെ നായിക സ്ത്രീയാണ്. പുരുഷനിലേക്ക് പ്രണയത്തിന്റെ ദൂതുമായി പോകുന്നത് സ്ത്രീയല്ല, പുരുഷനെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ആത്മീയവും മാനസികവുമായ ഊർജം സംഭരിക്കുകയാണ് അവൾ ചെയ്യുന്നത്. തിരുവാതിരക്കളിയിലെ ചുവടുകൾ ഒരേ സമയം ലാസ്യവും ധീരവുമാണ്. നടുമുറ്റത്തെ നിലവിളക്കിന് ചുറ്റും കൈകോർത്ത് ചുവട് വയ്ക്കുമ്പോൾ അവിടെ ഒരു സഹോദര്യമുണ്ട്. പ്രണയത്തെക്കുറിച്ചുള്ള തുറന്ന സംസാരങ്ങളുണ്ട്. തൻ്റെ ആഗ്രഹങ്ങളെ പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ഒരു വേദി കൂടിയാണത്. തിരുവാതിരയിലെ ചടങ്ങുകളുടനീളം സ്ത്രീയുടെ പ്രണയത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണാം. അതിലൊന്നാണ് തുടിച്ചുകുളി. അതിരാവിലെ തണുത്ത കുളത്തിലിറങ്ങി വെള്ളത്തിൽ കൈകൾ കൊണ്ട് താളാത്മകമായി അടിച്ചു പാട്ടുപാടുന്നത് ഒരു ശാരീരികമായ ഉണർവ് കൂടിയാണ്. പ്രകൃതിയുമായി സംവദിച്ചുകൊണ്ട് തൻ്റെ പ്രണയത്തെ പ്രഖ്യാപിക്കുന്ന സ്ത്രീയുടെ ആത്മവിശ്വാസം അതിലുണ്ട്. പാതിരാ പൂച്ചൂടൽ എന്ന ചടങ്ങ് അർദ്ധരാത്രിയിൽ ദശപുഷ്പങ്ങൾ ചൂടി സ്ത്രീകൾ നടത്തുന്നതാണ്. ഇത് പ്രണയത്തിലെ നിഗൂഢതയെയും വിശുദ്ധിയെയും ഒരേപോലെ പ്രതിഫലിപ്പിക്കുന്നു. അതിനുശേഷം ലാസ്യാത്മകമായ നൃത്തം അരങ്ങേറുന്നു. തൻ്റെ ശരീരത്തെയും ചലനങ്ങളെയും ഒരു പ്രണയകാവ്യമാക്കി മാറ്റാൻ ഇവിടെ സ്ത്രീക്ക് കഴിയുന്നു. ചരിത്രത്തിന്റെ ഏതോ സന്ധ്യയിൽ പൗരസ്ത്യമായ ഏതോ തപസ്സിനൊടുവിൽ രൂപപ്പെട്ട ഒരു പ്രണയസങ്കല്പമുണ്ട്. അത് കേവലം ഒരു ഉടൽ പങ്കുവെക്കലല്ല, മറിച്ച് ഞാൻ എന്നതിൽ നിന്ന് നാം എന്നതിലേക്കുള്ള ആത്മാവിന്റെ പരിണാമമാണ്. ധനുമാസത്തിലെ തണുത്ത നിലാവുള്ള രാത്രികളിൽ ആതിരപ്പൂക്കൾ വിരിയുന്ന യാമങ്ങളിൽ കേരളം ആഘോഷിക്കുന്ന തിരുവാതിര വെറുമൊരു മതപരമായ ചടങ്ങല്ല. ഭാരതീയ സംസ്കാരം പ്രണയത്തിൽ സ്ത്രീക്ക് നൽകിയ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് പ്രണയത്തിലെ സ്വയംവര രാഷ്ട്രീയവും തിരുവാതിരയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സീതയും പാർവതിയും കാട്ടിത്തന്ന സ്വയംവര മനോഭാവം തിരുവാതിര ആഘോഷിക്കുന്ന ഓരോ സ്ത്രീയുടെ ഉള്ളിലുമുണ്ട്. തൻ്റെ ഉടലിൻ്റെ ഉടമ താനാണെന്ന ഉറക്കെ പറച്ചിൽ അതിലുണ്ട്. തൻ്റെ ഇണയെ നിശ്ചയിക്കാനുള്ള അധികാരം തനിക്കാണെന്നും ആ ഇണയെ കാത്തു സൂക്ഷിക്കാനുള്ള ആത്മീയ കരുത്ത് തൻ്റെ പ്രണയത്തിനുണ്ടെന്നുമുള്ള ബോധ്യമാണത്. സെമിറ്റിക് മതബോധങ്ങൾ സ്ത്രീയെ ഒരു അനുഗാമിയായി മാത്രം കണ്ടപ്പോൾ ഭാരതീയ ഹിന്ദു സംസ്കാരം അവളെ പ്രണയത്തിൻ്റെ നേതാവായി പ്രതിഷ്ഠിച്ചു. തിരുവാതിര എന്നത് ആ നേതൃത്വത്തിൻ്റെ ആഘോഷമാണ്. ഹിന്ദുമതത്തിലെ ഈ സ്ത്രീപക്ഷ വശമാണ് ഇതിനെ ലോകത്തെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. സീതയുടെ മാലയും പാർവതിയുടെ തപസ്സും കേരള സ്ത്രീയുടെ തിരുവാതിരപ്പാട്ടുകളും ഒരേ നൂലിൽ കോർത്ത മുത്തുകളാണ്. ആ നൂലിൻ്റെ പേരാണ് സ്ത്രീയുടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആധുനിക ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന പല പെണ്ണുടൽ രാഷ്ട്രീയവും നമ്മുടെ ആദിമ സംസ്കാരം തിരുവാതിരയായും സ്വയംവരമായും പണ്ടേ ആഘോഷിച്ചു കഴിഞ്ഞതാണ്. തിരുവാതിര വെറുമൊരു നാളല്ല, അതൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. പ്രണയത്തെയും കാമനകളെയും ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ഉടയാടകളാണ് ഈ ആഘോഷമാക്കുമ്പോൾ ഭാരത സ്ത്രീ ലോകത്തോട് പറയുന്നത് തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥകളാണ്. 1000 നിലാവുദിക്കുന്ന രാത്രികളിൽ നാം കേൾക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ മണ്ണിലെ സ്ത്രീകൾ ഉറക്കെ പാടിയ പ്രണയത്തിൻ്റെ സ്വതന്ത്ര ഗീതങ്ങളാണ്. ഓം നമഃ ശിവായ.